ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ കിടന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ രാത്രി ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഒരു 3 മണിയായപ്പോൾ കിടന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. രാവിലെ തന്നെ എന്നെ എന്തിനാണാവോ കുത്തിപ്പൊക്കി ഒരുക്കി ഇരുത്തിയിരിക്കുന്നതെന്നുള്ള ഭാവമാണ് അല്ലുമോന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ട്രിപ്പിന് പോകാനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു 6:30 ആയപ്പോഴത്തേക്കും യാത്ര പുറപ്പെട്ടു. ഈ ഒരു ട്രിപ്പ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഭർത്താക്കന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊന്നും. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു 8-8:30 ആയപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യാസിൽ നിർത്തിയിട്ടുണ്ടായിരുന്നേ. ഈ ദിവസം നല്ല ഉറക്കമായിരുന്നു ഈ സമയത്ത്. അങ്ങനെ ഇക്ക അവനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ അമീനായും ഇക്കാപ്പിയും പൂരിയും ഞാനും ഇക്കായും നെയ് റോസ്റ്റും പ്ലെയിൻ ദോശയും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഇറങ്ങാൻ നേരത്താണ് ഈ ലഡു കണ്ടത്. കുറേ ലഡു ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് 200 രൂപ കണ്ടായിരുന്നു ഇതിന്. വില ഇച്ചിരി കൂടുതലാണെങ്കിലും സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അമീന പറഞ്ഞിട്ട് മേടിച്ചതാണ്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേങ്ങാ ലഡു ഒക്കെ കിഡിലും ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു തൂക്കുപാലം കണ്ടിട്ട് ഇവിടെ നിർത്തിയതായിരുന്നേ. നല്ല അടിപൊളി സ്ഥലമാണിത്. നല്ല അടിപൊളി പോസിറ്റീവ് വൈബൊക്കെ ഉള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഇവിടെ തൂക്കുപാലത്തിൽ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. ഏഴാറ്റുമുഖം തൂക്കുപാലം അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു തൂക്കുപാലത്തിൽ കയറാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി അടിപൊളിയാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു പാർക്ക് കണ്ടത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അധികം ആരും ഇങ്ങോട്ടൊന്നും കയറുന്നില്ല. ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. കുറേ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കുഞ്ഞ് ഒരു ഇതൊക്കെയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു കളിക്കാനായിട്ട്. ചെന്ന പടം ഞാനും ഇക്കാപ്പി ഊഞ്ഞാലാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഐദൂസിന് അപ്പുറത്ത് കറക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നി അതിൻ്റെ അകത്ത് കറങ്ങണമെന്ന്. അങ്ങനെ ഞാനും ഐദൂസും കൂടെ അതിൻ്റെ അകത്ത് കറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഐദൂസിന് ഈ ഒരു സാധനത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു കളിക്കാനായിട്ട്. അധികം ആരും ഇങ്ങോട്ടൊന്നും വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇത് ഒഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലുക്കുട്ടനെ ഇഴുകി. അങ്ങനെ ഞങ്ങൾ ഇക്കാനെ തപ്പി നോക്കിയപ്പോഴേ അവിടെ ഒരാൾ ഒറ്റയ്ക്ക് പോയിരുന്നു ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കൊച്ചിനെ 2 ഭർത്താക്കന്മാരായാലും കൊടുത്തിട്ട് ഞാനും അമീനായും കൂടെ അങ്ങ് കളിക്കാനായിട്ട് ഇറങ്ങി. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് നല്ല നൊസ്റ്റുമായിരുന്നേ. കുറേ നേരം ഓടി നടന്ന് എന്തിൽ കയറണമെന്ന് അറിയത്തില്ല. ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പല റൈഡിലൊക്കെ കയറി കളിക്കുമായിരുന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് എൻജോയ് ചെയ്തോ, പിള്ളേരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ 2 ഭർത്താക്കന്മാർ കട്ടയ്ക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നേ. അങ്ങനെ ഇഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കറങ്ങുന്ന സ്ഥലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഈ കസേരപ്പുറത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അറ്റത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് നമ്മൾ കറങ്ങി കളിച്ചത്. പിന്നെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ അധികം ആരും അങ്ങനെ കാണാനില്ലാത്തതുകൊണ്ട് ഒരു ചളുപ്പൊന്നും ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്ത് ഞങ്ങൾ മതിമറന്നങ്ങ് അർമാദിക്കുമായിരുന്നു. അവിടെ കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ദാഹിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ തന്നെ ഒരു കഫേ പോലെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മിറിൻ്റെയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായി. അങ്ങനെ വീണ്ടും നമ്മൾ കാട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അടിപൊളി വൈബാണ്. എനിക്ക് ഈ കാട്ടിക്കൂടുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുറേ മരങ്ങളും നടുക്കിങ്ങനെ നമ്മൾ പോകുന്നതൊക്കെ ആയിട്ട് അടിപൊളി രസമല്ലേ. ഇപ്പം ആനവരും എന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് ജ്യോതിയും വന്നില്ല, ഒരു കുന്തവും വന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഒരു 3:30 ആയപ്പോഴത്തേക്കും മലക്കപ്പാറ എത്തി. അവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ. ഞാനും അമീനായും ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്കായും ചോറും പറഞ്ഞു. എനിക്ക് നല്ല ലെഗ് പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒറ്റ കടി കടിച്ചതേ മതിയായി. ഒരു അവിഞ്ഞ ബിരിയാണി ആയിരുന്നേ. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു. അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ടായി. ഇതാണ് ഷോളയാർ ഡാമേ. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഇത് വാൽപ്പാറയാണ്. അങ്ങനെ ചായയുടെ കൂടെ നല്ല ചൂട് മാഗി ഉണ്ടായിരുന്നു. കടയിലെ ചെറുക്കന്മാരൊക്കെ നല്ല കമ്പനിയായിരുന്നു. കുറേ നേരം നമ്മൾ അവരോട് സംസാരിച്ചിട്ടൊക്കെ ഇരുന്ന് നല്ല ചൂട് മാഗിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാന്തല്ലൂരത്തേക്കാണ്. അങ്ങനെ പോകുന്ന വഴി നമ്മൾ മറയൂർ എത്തിയപ്പോഴത്തേക്കും ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. കുറേ കുറുക്കുന്ന ഐറ്റംസൊക്കെ വേണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് കയറി ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും അമീനായും ചിക്കൻ റൈസ് ആയിരുന്നു പറഞ്ഞത്. എപ്പോഴും ഈ ഒരു ഐറ്റം കാണുമെങ്കിലും ഇതുവരെ കഴിച്ചിട്ടില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല കിഡിലനായിരുന്നു. ഇവർ ഒരു അവിഞ്ഞ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതേ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലോട്ട് എൻ്ററായി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സമയത്ത് വണ്ടിയൊക്കെ ഓടിച്ചു പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. ഇവിടെ ആനയൊക്കെ വരുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഒരു കുന്തവും വന്നില്ല. നമ്മളിത് ഇങ്ങനത്തെ ഒരു റൂമായിരുന്നു എടുത്തത്. ഒരു ഹാളും 2 റൂമൊക്കെ വരുന്നൊരു അതുപോലത്തെ ഒരു കോട്ടേജ് കണക്കത്തെ റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും നല്ല ടയേർഡൊക്കെ ആയിരുന്നേ. ഇവിടെ എത്തിയ പടവേ അല്ലുവും ഐതുവും കൂടെ നല്ല കളിയും ബഹളമൊക്കെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഓരോ ഷോർട്സ് ആക്കി ഞാൻ ഇടാവേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ.